ഹലോ കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിവിടെ ഇന്ന് പറയാൻ പോകുന്നത് എൻ്റെ കയ്യിൽ നിന്ന് സംഭവിച്ചൊരു സംഭവം കേട്ടോ. അപ്പോൾ നമ്മൾ പുതിയ യൂട്യൂബർമാർക്കൊന്നും സ്റ്റാൻഡും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കയ്യിൽ ഫോൺ പിടിച്ചിട്ടായിരിക്കും വീഡിയോ ഷൂട്ട് ചെയ്യണത്. മിക്കവാറും അങ്ങനെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനും ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് സംഭവിച്ചൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ ഒരു കയ്യിൽ ഫോൺ പിടിച്ച് ഷൂട്ട് ചെയ്യും, ഒരു കയ്യിൽ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കുള്ള സാധനങ്ങൾ ഇടും. അപ്പോൾ ശരിക്കും നമ്മൾ ഫോൺ ശ്രദ്ധിക്കില്ല, നമ്മൾ ചട്ടിയാണ് ശരിക്കും ശ്രദ്ധിക്കുക, അടുപ്പിൽ എന്താ വെച്ചിട്ടുള്ളത് അതാണ് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു ദിവസം അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് ഗ്യാസുമ്മക്ക് ഫോണിൽ ചാടി. അങ്ങനെ പെട്ടെന്ന് ഗ്യാസ് ഓഫാക്കി, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ ഫോൺ ചൂടായി കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് എല്ലാവർക്കും അറിയാം, പൊട്ടിത്തെറിക്കും 100% ഉറപ്പാണ്. അപ്പോൾ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുന്നവർ കിച്ചണിൽ ഏത് ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുകയാണെങ്കിലും മാക്സിമം നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഡിസ്റ്റൻസ് എല്ലാം കീപ്പ് ചെയ്യണം. കാരണം ചട്ടിൻ്റെ ചൂട് തട്ടിക്കഴിഞ്ഞാലോ, അടുപ്പത്ത് എന്ത് വെച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ ചൂട് തട്ടി കഴിഞ്ഞാൽ ഫോൺ ചൂടായി കഴിഞ്ഞാൽ ഫോൺ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നമ്മളപ്പോൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണത്. മാക്സിമം ശ്രദ്ധിക്കണം എന്നുള്ളത്. പിന്നെ പുതിയ യൂട്യൂബർമാർക്കൊന്നും ഇപ്പോൾ സ്റ്റാൻഡും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് ഇത് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ പിന്നെ ഇതൊന്നും പ്രശ്നമല്ല. കാരണം നമ്മൾ കൈ കൊണ്ട് ചെയ്യുമ്പോഴാണ്, ചട്ടീൻ്റെ അടുത്ത് കൊണ്ടുപോയി നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴാണ് പ്രശ്നം വരിക. അല്ലാതെ നമുക്ക് കുറേ ദൂരം പിടിച്ചൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്കാണ് ഇത് പറ്റുക. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. മാക്സിമം ശ്രദ്ധിക്കണം. കാരണം ഫോണ് ചൂടാകാനുള്ള ചാൻസ് 100% ഉറപ്പാണ്. കാരണം നമ്മളിങ്ങനെ അടുത്ത് നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. ഞാനൊക്കെ ചെയ്യുന്നത് അങ്ങനെ കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് സംഭവിച്ചപ്പോഴാണ് ഞാൻ ഇങ്ങനത്തെ സംഭവം അതിലുണ്ടായത്. കാരണം നമ്മൾ ഒരുപാട് ഇത് കണ്ടിട്ടുണ്ട്. ഫോണ് ചാർജ് ചെയ്ത് കാണും അങ്ങനെ ഇങ്ങനെ പൊട്ടിത്തെറിച്ച കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അതേപോലെ എണ്ണച്ചട്ടി അങ്ങനത്തെ നമ്മളെ ഫ്രൈ ചെയ്തെടുക്കുന്ന ഐറ്റംസൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചട്ടിയിൽ എണ്ണ വെക്കും, എന്നിട്ട് എണ്ണ വെച്ചിട്ട് നമ്മൾ തിളച്ച് വൈക്ക് ഒരു കൈ കൊണ്ട് ഫോണും പിടിക്കും, ഒരു കൈ കൊണ്ട് നമ്മൾ ഇത് എടുത്തിടും ചെയ്യും. അപ്പോൾ അത് എണ്ണ തെറിച്ച് കാണും, അങ്ങനെ പ്രശ്നങ്ങൾ പറ്റാട്ടോ. ചൂടുള്ള എണ്ണയല്ലേ, അപ്പോൾ അതങ്ങനെ പ്രശ്നം പറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം അതൊക്കെ ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അപ്പോൾ എനിക്ക് സംഭവിച്ചപ്പോഴാണ് ഞാനത് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് മനസ്സിൽ തോന്നിയത്. അപ്പോൾ എല്ലാവരും മാക്സിമം ശ്രദ്ധിക്കണം. കാരണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഫോൺ ഈ ചട്ടീൻ്റെ അടുത്ത് പിടിക്കുമ്പോൾ ഫോൺ മാക്സിമം ചൂടാവും ഉറപ്പാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും പുതിയ യൂട്യൂബർക്കൊന്നും സ്റ്റാൻഡും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഓക്കെ.